നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണം പൂർത്തീകരിച്ച മുട്ടം കുടുംബ കോടതിയുടെ ഉദ്ഘാടനം 25-ന് നടക്കും. മുട്ടം ജില്ലാ കോടതി സമുച്ചയത്തോടനുബന്ധിച്ചാണ് കുടുംബ കോടതിക്കായി പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ 18-ന് വാഴക്കുളത്ത് പൈനാപ്പിൾ ഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടി കടന്നുപോകുന്ന ഓടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് കുമ്മങ്കലിലെ ഒരു കൂട്ടം നിവാസികൾ. തൊടുപുഴ നഗരസഭയിലെ ഹരിതകർമ്മസേന വിഭാഗം മാലിന്യങ്ങളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ഇല്ലാതെ യൂസർ ഫീ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് CMP അടിമാലിയിൽ ഭീമാ ഹർജിയുടെ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിർമ്മാണം പൂർത്തീകരിച്ച മുട്ടം കുടുംബ കോടതിയുടെ ഉദ്ഘാടനം 25-ന് നടക്കും. മുട്ടം ജില്ലാ കോടതി സമുച്ചയത്തോടനുബന്ധിച്ചാണ് കുടുംബ കോടതിക്കായി പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പരിമിതമായ സൗകര്യത്തിലാണ് കുടുംബ കോടതി പ്രവർത്തിക്കുന്നത്. 2739 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 6.5 കോടി ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച മുട്ടം കുടുംബ കോടതിയുടെ ഉദ്ഘാടനം 25-ന് നടക്കും. മുട്ടം ജില്ലാ കോടതി സമുച്ചയത്തോടനുബന്ധിച്ചാണ് കുടുംബ കോടതിക്കായി പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പരിമിതമായ സൗകര്യത്തിലാണ് കുടുംബ കോടതി പ്രവർത്തിക്കുന്നത്. 2739 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 6.5 കോടി ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പദ്ധതിക്ക് 2018 ജൂലൈ 31-നാണ് 6.50 കോടിയുടെ ഭരണാനുമതിയും 2020 ഒക്ടോബർ 18-ന് സാങ്കേതിക അനുമതിയും ലഭിച്ചത്. 2021 സെപ്റ്റംബർ 3-ന് ഹൈക്കോടതി ജഡ്ജി സുനിൽ തോമസാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ, ഇലക്ട്രിക്കൽ വിഭാഗം, ഡ്രൈവേഴ്സ് വിശ്രമമുറി, ജനറേറ്റർ സെക്ഷൻ, ഗ്രൗണ്ട് ഫ്ലോറിൽ കോർട്ട് ഹാൾ, ചേംബർ ഓഫ് ജഡ്ജി, ശിർസ്ദാർ റൂം, പോലീസ് ഡ്യൂട്ടി റൂം, മീഡിയേഷൻ ഹാൾ, ലൈബ്രറി, വെയിറ്റിംഗ് ഏരിയ, വിസ്താരം സെക്ഷൻ, സ്ത്രീകൾക്കുള്ള വിശ്രമ കേന്ദ്രം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം നിലയിൽ കോൺഫറൻസ് ഹാൾ, കൗൺസിലേഴ്സ് റൂം, തൊണ്ടി റൂം, നെറ്റ്, ടൈപ്പിംഗ് ബോൾ, വിസ്താരം സെക്ഷൻ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വിശ്രമ മുറികൾ, ടോയ്ലറ്റുകൾ, റാമ്പ്, ലിഫ്റ്റ് എന്നിങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2005 ജനുവരി 28 മുതലാണ് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ കുടുംബ കോടതി പ്രവർത്തിച്ചു വരുന്നത്. ജില്ലയിൽ തൊടുപുഴയ്ക്ക് പുറമെ കട്ടപ്പനയിലും കുടുംബ കോടതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കടുത്ത വീഴ്ച ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് BJP തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP മേഖലാ ജനറൽ സെക്രട്ടറി ബിനു ജെ കൈമൾ സമരം ഉദ്ഘാടനം ചെയ്തു. പിടിക്കാൻ നിങ്ങൾക്കാകുന്നില്ലേ? ഈ പണി മതിയാക്കൂ ഫോറസ്റ്റ്. തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കടുത്ത വീഴ്ച ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് BJP തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം വ്യക്തമാവുകയും ഇല്ലിച്ചാരി മേഖലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തിട്ട് 1 മാസം പിന്നിട്ടതിന് ശേഷവും ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച BJP മേഖലാ ജനറൽ സെക്രട്ടറി ബിനു ജെ കൈമൾ പറഞ്ഞു. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായ പുലിയുടെ സാന്നിധ്യം മൂലം പ്രദേശവാസികൾ ഭയചകിതരാണെന്നും എത്രയും വേഗം നടപടികൾ ഉണ്ടാകണമെന്നും BJP മണ്ഡലം പ്രസിഡന്റ്
ശ്രീകാന്ത് കാഞ്ഞിരമറ്റം അഭിപ്രായപ്പെട്ടു. BJP മേഖലാ സെക്രട്ടറി കൃഷ്ണകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷിബു ജേക്കബ്, രാജേഷ് പൂവാശ്ശേരിയിൽ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്, കൊടയത്തൂർ വാർഡ് മെമ്പർമാരായ ഷീബ, ബിന്ദു, BJP പഞ്ചായത്ത് സമിതികളുടെ അധ്യക്ഷന്മാരായ മനോജ്, രാജേഷ്, വിനോദ് മാത്യു, ബിജു KV, തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുട്ടം. പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ 18-ന് വാഴക്കുളത്ത് പൈനാപ്പിൾ ഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാചക മത്സരത്തോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കാർഷിക മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൈനാപ്പിൾ ശ്രീ അവാർഡ് കൈമാറും. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിക്കും. PJ ജോസഫ് MLA, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. ലോകത്തെ ഏറ്റവും മധുരമുള്ള പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടായ വാഴക്കുളത്തിന്റെ ഉത്സവം പൈനാപ്പിൾ ഫെസ്റ്റ് 2024 18-ന് വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ ഉച്ചയ്ക്ക് 2-ന് പാചക മത്സരത്തോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ അവാർഡ് 2024 നേടിയ ഡൊമിനിക് ജോർജ് മലക്കുടിക്ക് മന്ത്രി അവാർഡ് സമ്മാനിക്കും. വാഴക്കുളത്തെ പൈനാപ്പിൾ കൃഷിയുടെ വളർച്ചയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വിപണനത്തിനും തുടക്കം കുറിച്ച ഫാദർ ജോവാക്കിം പുഴക്കര CMIയെ പ്രത്യേക ബഹുമതി നൽകി ആദരിക്കും. പൈനാപ്പിൾ സംസ്കരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ജോർജ് വർഗീസ് മുണ്ടകലിന് അവാർഡ് നൽകും. യോഗത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിക്കും. PJ ജോസഫ് MLA കാർഷിക സന്ദേശം നൽകും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആശംസ നേരും. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും. പൈനാപ്പിൾ ഫെസ്റ്റ് 2024 പാചക മത്സരം കൂടാതെ പൈനാപ്പിൾ വിള മത്സരം, കാർഷിക സെമിനാർ എന്നിവയും ഉണ്ടായിരിക്കും. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് ഫാം സൂപ്രണ്ട് ബിജുമോൻ സഖറിയ സെമിനാർ നയിക്കും. പൈനാപ്പിൾ പാചക മത്സരത്തിൽ വിജയിക്കുന്ന 1ഉം 2ഉം സ്ഥാനക്കാർക്ക് 1500, 1000 എന്നിങ്ങനെയും, പൈനാപ്പിൾ വിള മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് 2000, 1000, 500 തുടങ്ങിയ നിലയിലും ക്യാഷ് അവാർഡ് ലഭിക്കുമെന്നും അറിയിച്ചു. 40 വർഷങ്ങൾക്ക് മുമ്പ് പൈനാപ്പിൾ കൃഷി ഇന്ന് കാണുന്ന ഈ മൗറീഷ്യസ് ഇനം പൈനാപ്പിൾ അല്ല അന്ന് കൃഷി ചെയ്തിരുന്നത്. അന്ന് കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നത് Q ഇനം പൈനാപ്പിൾ, നമ്മൾ ഇവിടെ ചീമച്ചക്ക എന്ന് പറയുന്ന പൈനാപ്പിളായിരുന്നു, മുള്ളില്ലാത്ത ഇനമായിരുന്നു അത്. പക്ഷേ വളരെ വ്യാപകമായ രീതിയിലുള്ള കൃഷി ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള കൃഷിയായിരുന്നു. കൃഷിയിൽ പൈനാപ്പിൾ പ്രാദേശികമായിട്ടുള്ള ചുരുക്കം ചില വ്യാപാരികളും അതിൻ്റെ ഉൽപ്പന്നം പൈനാപ്പിൾ മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ ഒരു ടേബിൾ സെർവായിട്ടല്ല, വാല്യൂഡേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ജാം, സ്ക്വാഷ് എന്നിവ കാര്യങ്ങളും അതിന് വളരെ ചെറിയൊരു ആവശ്യമുണ്ട്. കേരളത്തിനകത്തുള്ള ഏതാനും ഫാക്ടറികളിലേക്ക് ആ പൈനാപ്പിൾ കൊണ്ടെത്തിക്കുകയും അവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് അതിന് വളരെ വലിയ വിലയിട് അല്ലെങ്കിൽ കർഷകർ പലപ്പോഴും പുരയിടങ്ങളിൽ നശിപ്പിച്ച് കളയുന്ന സാഹചര്യം അന്നത്തെ കാലമാണ്. ആ സാഹചര്യത്തിലാണ് വാഴക്കുളം കർമ്മല ആശ്രമത്തിലെ ഒരു പ്രിയരായിട്ട് വന്ന ജോവാക്കിം പുഴക്കര അച്ഛൻ കർഷകരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ഈ പൈനാപ്പിളിന്റെ മറ്റ് പഴ സംസ്കരണ യൂണിറ്റുകളുടെ സ്റ്റേറ്റ് വിട്ട് ഇതര സംസ്ഥാനങ്ങളിലുള്ള കമ്പനികളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ഇവിടുന്ന് പൈനാപ്പിൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ട്രക്കിൽ കൊണ്ടുപോയി അവർ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു പുതിയ വിപണിയും പുതിയ ഒരു ആശയവും അവതരിപ്പിക്കുകയും അങ്ങനെ പൈനാപ്പിളിന് വാഴക്കുളത്ത് പുതിയ ഒരു വിപണി തുറന്നു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആന്റണി, ഡൊമിനിക്, ലിയോ, ജോർജ് വർഗീസ്, ജെയിംസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടി കടന്നുപോകുന്ന ഓടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് കുമ്മങ്കലിലെ ഒരു കൂട്ടം നിവാസികൾ. പലതവണ ഓട ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയിൽ ബന്ധപ്പെട്ടപ്പോൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. 19-ാം വാർഡ് കൗൺസിലറുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടി കടന്നു പോകുന്ന ഓടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് കൊമ്മങ്കല്ലിലെ ഒരു കൂട്ടം നിവാസികൾ. പലതവണ ഓട ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയിൽ ബന്ധപ്പെട്ടപ്പോൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. 19-ാം വാർഡ് കൗൺസിലറുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത് തൊടുപുഴ മുനിസിപ്പാലിറ്റി 19-ാം വാർഡാണ്. ഇവിടെ ഈ ഓട ഇത് പിള്ളവീട്ടിൽക്കാരുടെ സ്ഥലമാണ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ചേർന്ന് താമസിക്കുന്ന ആളാണ്. ഇവിടെ ഈ ഓട കാരണം വേനൽക്കാലത്തും മഴയത്തും ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും.
മഴക്കാലം ആകുമ്പോൾ ഇത് മുകളിൽ വെള്ളം ഇങ്ങനെ കമ്പിച്ച് ഈ പരിസരം മുഴുവൻ വെള്ളമായിരിക്കും. മുനിസിപ്പാലിറ്റിക്കാരോട് പറഞ്ഞിട്ട് ഈ വാർഡ് കൗൺസിലർ തീരെ നിർജ്ജീവമാണ് ഇവിടെ. അവരൊന്ന് വന്ന് നോക്കാനോ അവരുടെ കാര്യങ്ങൾ എന്നാന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഈ വാർഡിൽ നിന്ന് ജയിച്ചു പോയിട്ട് ഇതുവരെയും കൂടെ വന്നിട്ടില്ല. ഒരു കാര്യങ്ങൾക്ക് പോലും വരാറില്ല. വല്ല കുടുംബശ്രീയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കുമെന്നല്ലാതെ അതിനുശേഷം കാണാനില്ല. ഇതിങ്ങനെ കിടന്ന് ഞങ്ങൾ കുഞ്ഞു കുട്ടി പരാതികളുമായിട്ട് ഇവിടെ എല്ലാ വീട്ടിലും കുഞ്ഞിപ്പിള്ളേർ 1 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സുള്ള പ്രായമായ കുട്ടികളുള്ളതാണ്. കൊതുക് യാതൊരു രക്ഷയില്ല. കൊതുക് കാരണം ഈ വെള്ളം കാരണം ഇങ്ങനെ സത്വരമായ നടപടികൾ അതിവേഗത്തിലുണ്ടായി ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റി അധികൃതരോടും ചെയർമാനോടും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടും ഞങ്ങൾ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഓടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഓട നിറഞ്ഞ റോഡിലേക്ക് കയറുന്ന സ്ഥിതിയുമുണ്ട്. നഗരസഭാ അധികൃതർ ഇവിടെ സന്ദർശിക്കുവാനോ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനോ തയ്യാറായിട്ടില്ല. വാർഡ് കൗൺസിലർ ജയിച്ചു പോയതല്ലാതെ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. വേസ്റ്റ് എല്ലാം വലിച്ചെറിഞ്ഞൊക്കെ നാശമൊക്കെ ഇട്ടിരിക്കുക. രാവിലെ എണീറ്റിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര നാറ്റമായി വെള്ളത്തിന്. കൊതുക് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കൊതുകാരൻ കിടക്കപ്പുറത്തില്ല. ആ രീതിയിൽ പലപ്പോഴും മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതി പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റിക്കാരൊന്ന് നോക്കിച്ച് പോവും, പിന്നൊന്നും പറയില്ല. കുട്ടികളിൽ രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓട ക്ലീൻ ചെയ്ത് ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയിലെ ഹരിതകർമ്മസേന വിഭാഗം മാലിന്യങ്ങളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങളില്ലാതെ യൂസർ ഫീ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള നിവേദനം അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് കൈമാറി. തൊടുപുഴ നഗരസഭയിലെ ഹരിതകർമ്മസേന വിഭാഗം മാലിന്യങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ഇല്ലാതെ യൂസർ ഫീ വാങ്ങിക്കുന്നത് ഒഴിവാക്കണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പല വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങളും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കുന്ന പ്രവണത പ്രതിഷേധാർഹമാണെന്ന് അസോസിയേഷൻ വിലയിരുത്തി. നൽകാത്ത സേവനത്തിന് യൂസർ ഫീ ഈടാക്കുന്നത് അപഹാസ്യമാണെന്നും ഇത്തരം നടപടികളിൽ നിന്നും നഗരസഭാ അധികൃതർ പിന്മാറണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ആവശ്യപ്പെട്ടു. മാലിന്യങ്ങൾ ഉള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും 100 രൂപ നിരക്കിലാണ് ഇപ്പോൾ ഹരിതകർമ്മസേന വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക പല ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ട്. ഈ ഫീസ് 50 രൂപയ്ക്ക് കുറയ്ക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള നിവേദനം അസോസിയേഷൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് കൈമാറി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി പോൾ, ട്രഷറർ KH കനി, വൈസ് പ്രസിഡന്റുമാരായ ജോസ് സാലപ്പാട്ട് എവർഷൈൻ, സെയ്ദ് മുഹമ്മദ് വടക്കയിൽ, വി സുവിരാജ്, സെക്രട്ടറിമാരായ ബെന്നി ഇല്ലിമൂട്ടിൽ, EA അഭിലാഷ്, സജിത് കുമാർ എന്നിവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് CMP അടിമാലിയിൽ ഭീമാ ഹർജിയുടെ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി K സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് മാസങ്ങളായി തൊഴിലാളികൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചും ക്ഷേമനിധി ബോർഡുകളെ രക്ഷിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയുമാണ് CMP പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് CMP മുഖ്യമന്ത്രിക്ക് ഭീമാ ഹർജി സമർപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അടിമാലിയിൽ ഭീമാ ഹർജിയുടെ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി K സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധിയിലെല്ലാം ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ CPM അടക്കമുള്ളവരുടെ പ്രതിനിധികൾ ഇരിപ്പുണ്ട്. അവരെന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരളത്തിലെ ഏതൊരു ചെറിയ കെട്ടിടം മുതൽ നമ്മുടെ ഈ റോഡുകൾ അടക്കം ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാലും അതിന്റെ 1% കൃത്യമായിട്ട് ഈ ക്ഷേമനിധിയിൽ അടയ്ക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതിങ്ങനെ അടച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അതിന് ആ ക്ഷേമനിധിയിൽ മറ്റേത് ക്ഷേമനിധിയേക്കാൾ കൂടുതൽ തുക ആ ക്ഷേമനിധിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് മറ്റ് പെൻഷനുകൾക്ക് അതീതമായി മറ്റ് പല ആനുകൂല്യങ്ങളും ആ ബോർഡുകൾ വഴി നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും നൽകുന്നില്ല. ഇപ്പോൾ ക്ഷേമനിധിയിലൊന്നും ഒരു പണം ചില്ലിക്കാശ് പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡുകളുടെയൊക്കെ സെൻട്രൽ ഫണ്ട് കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ റോഡുകളുടെ പ്രവർത്തനം നടത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ 1% എവിടെ പോയി? അത് കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് പിടിക്കുന്നുണ്ടോ? പിടിച്ചിട്ടുണ്ടെങ്കിൽ കാശ് മുഴുവൻ എവിടെ പോയി എന്നാണ് നമുക്കറിയാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു പരിപാടി നടന്നത്. CMP ജില്ലാ സെക്രട്ടറി KA കുര്യൻ,
PB ഷംസുദ്ദീൻ, L രാജൻ, അനീഷ് ചേനക്കര, ബേക്കർ ജോസഫ്, ബിജു വിശ്വനാഥൻ, AK തങ്കമ്മ, കൃഷ്ണൻ കണിയാപുരം, അഗസ്റ്റിൻ മാത്യു, റെജി അമ്പഴച്ചാൽ, KG പ്രസന്നകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഉടുമ്പന്നൂർ കുളപ്പാറ SNDP സംയുക്ത സമിതി വക പരിയാരം ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആരംഭിച്ചു. PSK പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉടുമ്പന്നൂർ കുളപ്പാറ SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം 7 മുതൽ 13 വരെ കൊണ്ടാടി. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുവാനായി ഉടുമ്പന്നൂർ ചിറക്കൽ രാജമ്മ ബാലകൃഷ്ണൻ സമർപ്പണമായി തയ്യാറാക്കി നൽകിയ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹം തൊടുപുഴ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് വിഗ്രഹ ശില്പിയിൽ നിന്നും ഏറ്റുവാങ്ങി. തൊടുപുഴ SNDP യൂണിയൻ കൺവീനർ PT ഷിബുവിന്റെയും ഉടുമ്പന്നൂർ കുളപ്പാറ സംയുക്ത സമിതി പ്രസിഡന്റ് KG ഷിബുവിന്റെയും നേതൃത്വത്തിൽ ഗുരുദേവ വിഗ്രഹത്തിന് സ്വീകരണം നൽകി. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ കമനീയമായി അലങ്കരിച്ച രഥത്തിൽ വെച്ച് ക്ഷേത്രം ശാന്തി വൈക്കം ബെന്നിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരാധനയും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഈ യൂണിയന്റെ 46 ശാഖയിലും എവിടെ ഗുരുദേവ പ്രതിഷ്ഠ നടത്താനും വിഗ്രഹ പ്രതിഷ്ഠ നടത്താനും അതെല്ലാം ഈ സന്നിധിയിൽ വന്ന് ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് സമിതി തീരുമാനമെടുത്ത് സമിതിയുടെ പൂർണ്ണ അനുവാദത്തോടുകൂടി അവരിന്ന് ഈ വിഗ്രഹം ഈ സന്നിധിയിൽ എത്തിച്ച് ഈ വിഗ്രഹം ഇന്ന് നാടിന് വേണ്ടി അതുപോലെ നാട്ടാർക്ക് വേണ്ടി സമൂഹത്തിന് നന്മ നടന്നതിന് വേണ്ടി ഒരു പ്രകാശമായിട്ട് നമ്മുടെ മുമ്പിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നമ്മുടെ ടീച്ചർ മനസ്സറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമിതിക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ടീച്ചറിനും ടീച്ചറിൻ്റെ കുടുംബത്തിനും വളരെയധികം അനുഗ്രഹം. ഞാൻ പറയുന്നത് നമ്മളിതുപോലെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കുചേരുക, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പരിയാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് ക്ഷമിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായി. അപ്പോൾ ഇതുപോലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുക, നമ്മളെ കൊണ്ടാകാവുന്ന ഇതിൻ്റെ അപ്പുറം നമ്മൾ കൊടുത്ത് ഇതിൽ പുണ്യകർമ്മത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ 10 തലമുറയ്ക്കെങ്കിലും അതിൻ്റെ ഗുണം കിട്ടും. ഈ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുക, അല്ലെങ്കിൽ ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ഭരണസമിതിക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ അപൂർവം, വളരെയധികം ഭംഗിയാണ്. പക്ഷെ അവർക്ക് ഇതിന് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേർന്നുകൊണ്ട് ഈ നടക്കുന്ന ഈ 2-3 ദിവസത്തെ പരിപാടിയിലെല്ലാം പങ്കുചേർന്ന പ്രതിഷ്ഠ കണ്ട് ആ ഭഗവാന്റെ ചൈതന്യം, നട തുറന്ന് കാണുന്ന ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങും. ഒരു പൂർണ്ണ കുംഭത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നമ്മളിലേക്ക് തന്ത്രിയുടെ അനുഗ്രഹത്താൽ നമ്മളിലേക്ക് വരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ നമ്മളെല്ലാവരും സന്നിധി ഉണ്ടാകണം. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ നിന്നും രഥഘോഷയാത്ര പുറപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഉടുമ്പന്നൂരിൽ എത്തിച്ചേർന്നു. തൃക്കയിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും നിരവധി വനിതകളും ബാലികമാരും പങ്കെടുത്ത താലപ്പൊലിയുടെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ വന്ന രഥഘോഷയാത്ര ഉടുമ്പന്നൂരിന്റെ രാജവീതിയിലൂടെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് പരിയാരം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധനയും മഹാപ്രസാദ ഊട്ടും നടന്നു. വിഗ്രഹം ഹൈസ്കൂൾ വിദ്യാർത്ഥി സർജന്റ് ശിവാനന്ദ് ബിയെ ആദരിക്കുന്നു.
ഉടുമ്പന്നൂർ. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ്. ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലയങ്ങളുടെ ശോച്യാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, റോഡ്, ചികിത്സാ സംവിധാനങ്ങൾ, അംഗൻവാടികൾ, കളിസ്ഥലം, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ പരിശോധനയുടെ പ്രധാന പരിഗണനകളായിരിക്കുമെന്ന് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലറിൽ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ്. ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലയങ്ങളുടെ ശോചനീയാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, റോഡ്, ചികിത്സാ സംവിധാനങ്ങൾ, അംഗൻവാടികൾ, കളിസ്ഥലം, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ പരിശോധനയുടെ പ്രധാന പരിഗണനകളിലായിരിക്കുമെന്ന് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലറിൽ സംസ്ഥാന ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്നും കമ്മീഷണർ അറിയിച്ചു. തോട്ടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും കൂടുതൽ തൊഴിലാളികളെ നേരിൽ കണ്ട് മിനിമം വേതനം, ലയങ്ങൾ, അർഹമായ അവധികൾ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങി നിയമപരമായ എല്ലാ തൊഴിൽ അവകാശങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് അടിയന്തര പ്രശ്നപരിഹാരം ഉറപ്പാക്കേണ്ടതും വീഴ്ച ഉണ്ടായാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇത് സംബന്ധിച്ച് പ്രതിമാസ റിപ്പോർട്ട് 5-ാം തീയതിക്കകം ക്രോഡീകരിച്ച് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ലേബർ കമ്മീഷണർക്ക് നൽകണം. പരിശോധന പൂർത്തിയായി 72 മണിക്കൂറിനുള്ളിൽ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ലയങ്ങൾ നേരിട്ട് പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ ആവശ്യമെങ്കിൽ മാനേജ്മെന്റ് മുഖേന നടപടി സ്വീകരിക്കണം. ശുചീകരണ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കണം. പരിശോധനയിൽ കണ്ടെത്തുന്ന തൊഴിൽ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയപരിധി, സ്വീകരിക്കേണ്ട നടപടികൾ, തുടർ നോട്ടീസുകളുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത, രേഖകൾ ഹാജരാക്കുന്നതിനുള്ള തീയതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് പ്രതിനിധികളെ വ്യക്തമായി ധരിപ്പിക്കണം. തീയതി മുൻകൂട്ടി അറിയിച്ച് ഹിയറിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായിട്ടില്ലെങ്കിൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിന് നിരാപേക്ഷ പത്രം സമർപ്പിക്കേണ്ടതായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. എസ്റ്റേറ്റ് പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലാവണം പരിശോധന. നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധന നടത്തുന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ഉറപ്പാക്കണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. പീരുമേട് താലൂക്കിൽ പൂട്ടിയ തോട്ടങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി 53ഓളം തോട്ടങ്ങളാണുള്ളത്. 10,000-ത്തിലധികം തൊഴിലാളികളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. പകുതിയിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. പീരുമേട് താലൂക്കിൽ വലിയ തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ്. ഏറ്റവും അധികം പൊട്ടിപ്പൊളിഞ്ഞ് നിലംപൊത്താറായി സ്ഥിതി ചെയ്യുന്ന ലയങ്ങളുള്ളത് പോപ്സ് ഗ്രൂപ്പിന്റെ തോട്ടങ്ങളിലും ബദൽ പ്ലാന്റേഷൻ തോട്ടങ്ങളിലുമാണ്. മാനേജ്മെന്റ് ആവട്ടെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കുവാൻ പോലും തയ്യാറാകുന്നുമില്ല. മഴ ശക്തമായാൽ പല വീടുകളും ചോർന്നൊലിക്കുന്നത് പതിവാണ്. പീരുമേട് താലൂക്കിന്റെ വിവിധ തോട്ടങ്ങളിലായി പൂർണ്ണമായും ഭാഗികമായും തകർന്ന ലയങ്ങളുമുണ്ട്. പീരുമേട് താലൂക്കിൽ പീരുമേട് ടീ കമ്പനിയുടെ ചീന്തനാർ, ലോണ്ട്രി, MMJ പ്ലാന്റേഷൻ, ബോണാമി, കോട്ടമല എസ്റ്റേറ്റുകളാണ് 23 വർഷമായി പൂട്ടിക്കിടക്കുന്നത്. ഇവിടെ ജോലിയെടുത്തിരുന്ന തൊഴിലാളികളാണ് കൂടുതലായും ദുരിതമനുഭവിക്കുന്നത്. VBC ന്യൂസ്, പീരുമേട്. പഴവർഗ്ഗങ്ങളുടെ വിളനിലമാണ് കാന്തല്ലൂർ. കോടമഞ്ഞ് മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച ബാബുവിന്റെ കൃഷിയിടത്തിൽ കാണാം. സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ. പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ എങ്ങനെ മൂപ്പെത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ്. കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷിയുടെ ഖ്യാതി വളരെ വലുതാണ്. കോടമഞ്ഞ് മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ബാബുവിന്റെ കൃഷിയിടത്തിലെത്തിയാൽ ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാം. സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുവെന്ന് ബാബു പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 48 വർഷത്തോളമായി. ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിന് ശേഷം ഈ ടൂറിസ്റ്റുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് അകത്ത് വിടുകയില്ലായിരുന്നു. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം, അപ്പോൾ തോട്ടത്തിനുള്ളിലേക്ക് വിടുകയില്ല. ഇപ്പോൾ നിശ്ചിത ഫീസ് വാങ്ങി
അകത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. പിന്നെ ഗസ്റ്റുകൾ വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും. അവർ പറഞ്ഞു കൊടുക്കും. കാലത്തെ മുതൽ 5 മണി വരെയാണ് 9 മണി മുതൽ 5 മണി വരെയാണ് സമയം വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ 5:30 5:45 വരെയൊക്കെ കാണും. കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരുപോലെ ചേർന്നു പോകുന്നുവെന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബാബു തന്റെ ഫാമിന് സ്നോ ലൈൻ എന്ന് പേര് നൽകിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ കൃഷിയിടം ഇത്തരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നൊരു ഫാമായി തീർന്നിട്ട്. രാവിലെ മുതൽ കൃഷിയിടം കാണുവാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസുണ്ട്. ഫാമിൽ നിന്ന് തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. സബർജെല്ലും മരത്തക്കാളിയും മുസാമ്പയും തുടങ്ങി 14 ഇനങ്ങളോളം പഴവർഗ്ഗങ്ങൾ ബാബുവിന്റെ കൃഷിയിടത്തിലുണ്ട്. ഇതുപോലുള്ള വിവിധ കൃഷിയിടങ്ങളാണ് കാന്തല്ലൂരിന്റെ ഭംഗി നിറയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാന്തല്ലൂർ. വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി കലയന്താനി സെന്റ് മേരീസ് കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. പ്രസിഡന്റ് ബേബി കുടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വികാരി ഫാദർ ജോർജ് പുല്ലൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ മൈക്കിൾ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി കലയന്താനി സെന്റ് മേരീസ് കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. പ്രസിഡന്റ് ബേബി കുടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വികാരി ഫാദർ ജോർജ് പുല്ലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇതുപോലെ ഒരു കുടുംബസംഗമം നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും അത് ഇത്രയും പേർ വന്ന് പങ്കെടുക്കുവാനായിട്ട് തീരുമാനിച്ച് വലിയ മനസ്സ് കാണിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ്. ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ മൈക്കിൾ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാൽ, മാത്യു എം കോട്ടൂർ, ജോസ് നെറ്റിയാങ്കൽ, ബേബി ഓടക്കൽ എന്നിവർ പ്രസംഗിച്ചു. ദത്ത് കുടുംബാംഗമായ +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ സ്നേഹ ഷിജുവിന് സമ്മാനം നൽകി. CCയിൽ നിന്നുള്ള പ്രത്യേക സമ്മാനം ഓട്ടോമൊബൈൽ വിദ്യാർത്ഥി അലക്സ് ഷാജിക്കും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. ശക്തമായ വേനൽ മഴയിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു. വെള്ളക്കെട്ടിന് പരിഹാരമെന്ന നിലയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായെന്നും ആക്ഷേപം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച പുതിയ പാലത്തിന് മഴക്കാലമാകുമ്പോൾ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനും പാലത്തിൽ അപകടകരമായി മാറിയ കോൺക്രീറ്റ് കമ്പുകൾ തെളിഞ്ഞ് പുറത്തേക്ക് വന്നത് പരിഹരിക്കുന്നതിനുമായാണ് പുതിയ പാലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തി പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായില്ലെന്നതിന് ഉദാഹരണമായാണ് ശക്തമായ വേനൽ മഴ ലഭിച്ചതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തുടർക്കഥയായിരിക്കുന്നത്. ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുമെന്ന രീതിയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായതായാണ് ആക്ഷേപമുയർന്നത്. വേനൽ മഴ ശക്തമായതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാൽനട വാഹന യാത്രികരെ വലയ്ക്കുകയാണ്. പാലത്തിന് ഇരുവശവും കാൽനട യാത്രയ്ക്കായി നിർമ്മിച്ച നടപ്പാതയ്ക്ക് മറവായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകവെ ഈ മറവും കടന്നാണ് കാൽനട യാത്രികർക്ക് മേൽ വെള്ളം തെറിക്കുന്നത്. ഇത് കാൽനട യാത്രികരെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ്. വർഷകാലങ്ങളിൽ ഒരു നാടിനെ തന്നെ ഭീതിയിലാഴ്ത്തി ജലമൊഴുകുന്ന പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പെരിയാർ നദിയിലേക്ക് ഒഴുക്കുവാൻ പറ്റാത്ത രീതിയിൽ പാലം നിർമ്മിച്ച ദേശീയപാതാ വിഭാഗം ഇതേ പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന 100 വർഷത്തിന് മുകളിൽ കാലപ്പഴക്കമുള്ള
ബ്രിട്ടീഷ് നിർമ്മിത പഴയ പാലത്തിന്റെ നിർമ്മാണ രീതി കണ്ടുപഠിക്കണമെന്നുമാണ് അത്യാധുനിക കാലത്തെ നിർമ്മാണ രീതിക്ക് മേൽ ഉയർന്ന ആക്ഷേപം. കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കവിത ചൊല്ലി കയ്യടി നേടിയ 5ാം ക്ലാസ്സുകാരൻ ശ്രീദേവ്. ഒരൊറ്റ കവിത ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് അടിമാലി സ്വദേശിയും ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനുമായ വിദ്യാർത്ഥി. കാണാം ശ്രീദേവിന്റെ വിശേഷങ്ങൾ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും മുൻപിലെത്തിടുമ്പോൾ നിന്റെ കുലസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നു. കവിത ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് അടിമാലി സ്വദേശിയായ 5ാം ക്ലാസ്സുകാരൻ ശ്രീദേവ്. വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവെന്ന കവിത ഈ കൊച്ചുമിടുക്കൻ ഭാവം ഒട്ടും ചോരാതെ ചൊല്ലിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടത്. കൂമ്പൻപാറ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീദേവ്. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ നീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ കാട്ടുചോല കിളിയേ. സഹോദരി ശ്രീലക്ഷ്മിയുടെ സംഗീത അധ്യാപകനാണ് ശ്രീദേവിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. ചേച്ചി ശ്രീലക്ഷ്മി ഗായികയാണ്. കവിത മാത്രമല്ല, ചലച്ചിത്ര ഗാനാലാപനത്തിലും ശ്രീദേവ് മിടുമിടുക്കനാണ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. അച്ഛൻ രഞ്ജിത്തിന്റെയും അമ്മ ശ്രീദേവിയുടെയും പ്രോത്സാഹനമാണ് സംഗീതത്തിൽ മുന്നേറാൻ ഈ 2 മക്കൾക്കും കരുത്താവുന്നത്. അത് മോളെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് ആണ് കൊല്ലത്തു നിന്നുള്ള അനൂപ് ഗ്രാമിക. ആ സാറും പിന്നെ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർ സിംഗറിലെ ഒരു വിജയി, യദുകൃഷ്ണനും കൂടെ കൂടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തത്. അങ്ങനെ വൈറലായി. പ്രൊഫഷണലായിട്ട് ഇവൻ പാട്ട് പഠിക്കുന്നൊന്നുമില്ല, മോളാണ് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോള് പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇപ്പോൾ പുള്ളി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയി. വൈറലായതോടെ കൂടുതൽ കവിതകൾ പഠിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ 5ാം ക്ലാസ്സുകാരൻ. 2 മക്കളും മനം കവരുന്ന പാട്ടുകാരാവണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ആഗ്രഹം. അതിനായുള്ള പരിശ്രമത്തിലാണ് ശ്രീദേവും ശ്രീലക്ഷ്മിയും. വാലിന്മേൽ പോവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ, കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിശ്വപക്ഷി പോലെ. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം പൂർത്തീകരിച്ച മുട്ടം കുടുംബ കോടതിയുടെ ഉദ്ഘാടനം 25-ന് നടക്കും. മുട്ടം ജില്ലാ കോടതി സമുച്ചയത്തോടനുബന്ധിച്ചാണ് കുടുംബ കോടതിക്കായി പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ 18-ന് വാഴക്കുളത്ത് പൈനാപ്പിൾ ഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടി കടന്നുപോകുന്ന ഓടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് കുമ്മങ്കലിലെ ഒരു കൂട്ടം നിവാസികൾ. തൊടുപുഴ നഗരസഭയിലെ ഹരിതകർമ്മസേന വിഭാഗം മാലിന്യങ്ങളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങളില്ലാതെ യൂസർ ഫീ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട്
CMP അടിമാലിയിൽ ഭീമാഹർജിയുടെ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.